ഒരു മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനാണ്. ഞാൻ ജോലികുട്ടിയായിരുന്നപ്പോൾ എന്നെ ശരിപ്പെടുത്തിയെടുത്തത് സാധു മത്തായച്ചനും ചാണ്ടിയച്ഛനും ഒക്കെയാണ്. സാധു മത്തായച്ചൻ വീട്ടിൽ പോയി, ചാണ്ടിയച്ഛൻ വീട്ടിൽ പോയി. നമ്മൾ കുറെ പേര് ഇവിടെ കിടക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ ഇപ്പം കാണാൻ ചുരുക്കം. എന്നെപ്പോലെ ഒരു ലോക മനുഷ്യർ ധാരാളമുണ്ട്. എന്നാൽ സ്നേഹത്തിന്റെ ജീവിതശൈലി ശരിക്ക് കാണിച്ച ആളുകൾ ഈ കുന്നിന് പുറത്തുണ്ടായിരുന്നു. ഞാൻ നീട്ടി പ്രസംഗിക്കാൻ എനിക്ക് സമയമില്ല. ഒരുപാട് പരിപാടികളിൽ ഞാൻ രാവിലെ കുർബാന വിധിച്ചു വരികയാണ് അച്ഛന് വേണ്ടി. നിങ്ങൾ ആരെങ്കിലും എതിർത്താലും എനിക്ക് നിൽക്കാനൊക്കെയില്ല. കാരണം സഭയൊന്നാണെന്നും ഞങ്ങളൊരു ശരീരമാണെന്നും പ്രാർത്ഥന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്നും ഇതെല്ലാവരും ഉൾപ്പെടുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുർബാനയെ പ്രവർത്തിച്ചു വരികയാണ്. ഈ കുന്നിൽ ഇനിയും അനേക പുരുഷന്മാർ എഴുന്നേൽക്കണം. ചാണ്ടിയച്ഛൻ മോഡിൽ 2 ആൺമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, പെൺകുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അടുത്ത തലമുറയിൽ ഇവിടെ സാധു മത്തായച്ചന്മാരും ചാണ്ടിയച്ഛന്മാരും ഉണ്ടാകണം. അങ്ങനെ ഈ കുന്ന് കേരളത്തിലെ ഒരു അത്ഭുത കുന്നായിട്ട് തന്നെ ഇനി ഉയരുകയുള്ളൂ. ഇന്ത്യ അവിടെ ആശ്രമപ്രസ്ഥാനം പരാജയപ്പെട്ടവരും ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല. ദൈവകൃപയാൽ ഈ കുന്നു നിറച്ചപ്പോൾ കാടുകളാണ്. 10,000 ആളുകൾ വന്നിരിക്കുകയാണ്. കാരണം വലിയൊരു ഒരു വ്യക്തി നമ്മൾ പോയതിന്റെ സങ്കടം അതെല്ലാവരും ഉള്ളിലുണ്ട്. എന്നേക്കാൾ 10 വയസ്സ് മൂപ്പുണ്ട്. ജ്യേഷ്ഠെന്ന് വേണമെങ്കിൽ പറയാം, സാമൂഹ്യ പിതാവെന്നും പറയാം. ഏതായാലും ജോലികുട്ടിയായിരുന്ന കാലം മുതൽ എന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒരു നല്ല വൈദ്യരെ യാത്രയപ്പാൻ ഞാൻ വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഗുരുകുലത്തെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. ആ കുടുംബം നിങ്ങളെല്ലാവരും പിറ്റേ ദിവസം പോയപ്പോൾ ഞാൻ വരുന്നതല്ലോ. ഡോക്ടർ ടി ജോണിന്റെ അംഗം പോലെയായിരുന്നു. അദ്ദേഹത്തെ യാത്രയാക്കാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓടി വന്നത് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനെ കർത്താവെ അവരോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമാണ്. എന്നൊരു പ്രസംഗിക്കുന്നില്ല. ഒരു സീഡ് മാത്രം ഞാൻ പാടും. ആചാര്യേശാകൂദാശോ ആചാര്യന്മാർക്ക് പുണ്യം നാഥ സ്വർഗത്തിൽ അവിടുത്തെ മകൻ കാണുന്നതിന് പുറപ്പുണ്ട്. ദുഃഖിക്കുന്നവരുടെ ആശ്വാസം പകരട്ടെ. എന്നിട്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. എനിക്ക് സമയത്ത് തന്നെ സാമർത്ഥ്യം പിതാവിനോട് നന്ദി പറയുന്നു.